ഇപ്പോൾ BJP നേതാവ് പി കെ കൃഷ്ണദാസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി കെ കൃഷ്ണദാസ്, ഇത് BJPക്ക് ഏറ്റ തിരിച്ചടി എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു. വലിയ നേട്ടമാണ് പ്രതിപക്ഷ ഐക്യനിരയ്ക്കും ഒപ്പം ആം ആദ്മി പാർട്ടിക്കും ഉണ്ടായത് എന്ന വിലയിരുത്തൽ ആ ഭാഗത്തുനിന്ന് വരുന്നു. എങ്ങനെ കാണാം ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ ഉത്തരവിനെ? ഇതില് BJPക്ക് ഒരു തിരിച്ചടിയുമില്ല, മറിച്ച് ഇതൊരു നിയമപരമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണുള്ളത്. ഈ ഇടയ്ക്ക് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ അദ്ദേഹം കുറ്റവിമുക്തനാണ് എന്ന് യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല, പ്രതിപക്ഷങ്ങളുടെ എല്ലാ ആരോപണങ്ങളെയും മുനയൊടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. അതായത് 100 കോടിയിലധികം രൂപ മദ്യ അഴിമതി കേസില് കെജ്രിവാൾ നടത്തിയതിന് ശക്തമായ വ്യക്തമായ തെളിവുണ്ടെന്ന് അസന്നിഗ്ധമായി വിധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൽഹിയിലെ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരാകരിച്ചത്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചത് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ നിരാകരിച്ചുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിനൊരു മുഖ്യമന്ത്രിയാണ്, തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് അവസരം ഒരുക്കണം എന്നുള്ള ഒരു സുപ്രീം കോടതിയുടെ കനിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ മാത്രമല്ലല്ലോ ശ്രീ പി കെ കൃഷ്ണദാസ്, ആ ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1.5 വർഷമായി അന്വേഷിക്കുന്ന കേസ്, എന്താണ് അറസ്റ്റ് ഇത്രയും വൈകാൻ കാരണം? തെളിവുകളൊക്കെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് സുപ്രീം കോടതി തന്നെ ഇന്ന് ചോദിച്ചു. അല്ല, ആ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നമ്മുടെ കേന്ദ്ര ഏജൻസിയുടെ EDയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. കാരണം 9 തവണ ED അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. തന്റെ കൈ പരിശുദ്ധമാണെങ്കിൽ മടിയിൽ ഒന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് EDയുടെ മുന്നിൽ ഹാജരാകാമായിരുന്നു, ചോദ്യത്തിന് ഉത്തരം പറയാമായിരുന്നു. പക്ഷെ 9 തവണ അദ്ദേഹം അത് EDയുടെ മുന്നിൽ ഹാജരാകണമെന്നുള്ള EDയുടെ നിർദ്ദേശം നിരാകരിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് സംഭവിച്ചു? അതുകൊണ്ട് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം അരവിന്ദ് കെജ്രിവാളിന് തന്നെയാണ്. മാത്രമല്ല, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തീവട്ടിക്കൊള്ള നടത്തിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യയിലെ ജനങ്ങൾ വലിയ തിരിച്ചടി നൽകും എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ്. ഈ 8 തവണ ഹാജരാകാതിരുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹം അറസ്റ്റിന് കീഴ്പ്പെടേണ്ടി വന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷി പരിവേഷം കിട്ടും, അതിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളും AAPയും ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ ഈ ഉദ്ദേശം നടപ്പാകാൻ വേണ്ടി പോകുന്നില്ല. വലിയ തിരിച്ചടി അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അഴിമതിക്കാരെയും തീവട്ടിക്കൊള്ളക്കാരെയും ഒരിക്കലും ഇന്ത്യൻ ജനത അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും എത്രമാത്രം ശക്തമായ തിരിച്ചടിയാണോ ഇന്ത്യൻ ജനത നൽകിയിട്ടുള്ളത്. ദേശീയ തലത്തിൽ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഭരണം തുടച്ചു നീക്കപ്പെട്ടു എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അതേ തിരിച്ചടി, കോൺഗ്രസിനേറ്റ തിരിച്ചടി തന്നെയാണ് AAPയെയും കാത്തിരിക്കുന്നത്. ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചത് കൊണ്ട് ഈ തീവട്ടിക്കൊള്ളയുടെ കേസിൽ നിന്നും അദ്ദേഹം വിമുക്തനായി എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. ശക്തമായ നിയമ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും. ജനവിധിയായിരിക്കും ഒരുപക്ഷെ ആദ്യം ഉണ്ടാവുക. അത് അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുള്ള ജനവിധി ഉണ്ടാകും. ജനവിധിക്ക് ശേഷം നീതിന്യായ കോടതിയുടെ വിധിയും അദ്ദേഹത്തിനെതിരായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, പി കെ കൃഷ്ണദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ കേസിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് രാഷ്ട്രീയമായി തിരിച്ചടിയല്ല BJPക്ക് എന്നാണ് പി കെ കൃഷ്ണദാസ് ഇപ്പോൾ പറഞ്ഞത്.